നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് 100% നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നോട്ട് ഓഫ് അപ്രിസിയേഷൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻ നോട്ട് എന്ന് പറയുന്നത് പോയം അപ്രിസിയേഷൻ. ഇത് 100% കൺഫേം ആയിട്ട് നമ്മളോട് ചോദിക്കും. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ നമ്മളോട് സക്സസിൽ നിന്ന് ചോദിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ സി ഫീവറിൽ നിന്ന് ചോദിക്കും. ഓക്കെ, നമുക്ക് ആദ്യം അപ്രിസിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനുശേഷം ഇതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. രണ്ട് വന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് നിങ്ങളത് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. രണ്ടിന്റെ അപ്രിസിയേഷനും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ ആദ്യമായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സക്സസിൽ നിന്നൊരു അപ്രിസിയേഷൻ എഴുതാനാണ്. രണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ദ പോയം ഡാഷ് എന്ന് വെച്ചാൽ പോയത്തിന്റെ പേര് എഴുതുക, പോയത്തിന്റെ ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, റിട്ടൺ ബൈ പോയറ്റിന്റെ പേര് ഇവിടെ കൊടുക്കുക, പോയറ്റിന്റെ പേര്. ഡീൽസ് വിത്ത് ദ തീം ഓഫ് ഡാഷ്, എന്താണ് അതിന്റെ തീം അത് എഴുതി വെക്കുക. ഇറ്റ് ഹൈലൈറ്റ്സ് ഡാഷ് ആൻഡ് കൺവേസ് ദി ഐഡിയ ദാറ്റ് ഡാഷ് എന്ന് വെച്ചാൽ പോയത്തിലുള്ള ഓരോ വരികളുടെയും വിശദമായിട്ടുള്ള മീനിങ് ഒന്നും നിങ്ങൾ പറയണ്ട, മൊത്തത്തിലുള്ള ഒരു 1-2 സെന്റൻസുകളായിട്ട് അതിന്റെ ഒരു സമ്മറി പറയാം. പിന്നെ ദ ടോൺ ഓഫ് ദ പോയം ഈസ് റിഫ്ലക്റ്റീവ്, ഹോപ്പ്ഫുൾ, സാഡ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇതിൽ ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ റിഫ്ലക്റ്റീവ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്, കാരണം ഒരുവിധം എല്ലാ പോയം റിഫ്ലക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ഡാഷ് മൂഡ്, എന്ത് ഒരു മൂഡാണ് നമ്മുടെ റീഡറിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾ അവിടെ പറയണം. ദ പോയറ്റ് യൂസസ് പോയറ്റിക് ഡിവൈസസ് സച്ച് ആസ് ഇമേജറി, മെറ്റഫർ, സിമിലി, റെപ്പിറ്റീഷൻ. എന്താണോ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ നമ്മൾ ഓരോ പോയത്തിലെയും വിശദമായിട്ട് ഇന്നത്തെ രാവിലത്തെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് പോയിട്ട് കാണുക. ഓരോ പോയത്തിലും ഓരോ സ്റ്റാൻസയിലും വരുന്ന പോയറ്റിക് ഡിവൈസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടു എൻഹാൻസ് ദ മീനിങ് ഓഫ് ദ പോയം എന്നുള്ളത് ചുമ്മാ എല്ലാത്തിലും കൊടുക്കാം. ദ ലാംഗ്വേജ് ഇസ് സിമ്പിൾ ആൻഡ് എഫക്റ്റീവ്, എല്ലാത്തിലും കൊടുക്കാം. ആൻഡ് ദ സ്റ്റൈൽ ഇസ് സ്മൂത്ത് ആൻഡ് റിതമിക്, എല്ലാത്തിലും കൊടുക്കാം. വിച്ച് മേക്സ് ദ പോയം ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്പീലിംഗ്, എല്ലാത്തിലും കൊടുക്കാം. ത്രൂ ദിസ് പോയം ദ പോയറ്റ് ഗിവ്സ് ദ മെസ്സേജ് ദാറ്റ് ഡാഷ്, അവിടെ നിങ്ങൾ പോയത്തിന്റെ മെസ്സേജ് എന്താണെന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ആൻഡ് എൻകറേജസ് ദ റീഡർ ടു ഡാഷ്, എന്താണ് പോയത്തിൽ നിന്ന് പോയറ്റ് നമ്മളോട് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ഇനി എല്ലാത്തിലും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓവറോൾ ദ പോയം ഈസ് തോട്ട് പ്രൊവോക്കിംഗ് ആൻഡ് മീനിങ് എന്നുള്ളത് എല്ലാത്തിലും കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതാണ് ഒരു അപ്രിസിയേഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് സീ ഫീവറിൽ നിന്നാണ് അപ്രിസിയേഷൻ ചോദിച്ചതെന്നുണ്ടെങ്കിൽ അല്ലേ എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. The poem Sea Fever, written by John Masefield, expresses the poet's strong and irresistible desire to return to the sea. ഒരു കടൽ യാത്രികന്റെ, ഒരു സെയിലറുടെ കടലിലേക്ക് തിരിച്ചു പോകാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് ഈ കവിതയിൽ ജോൺ മാസ്ഫീൽഡ് സീ ഫീവർ എന്ന് പറഞ്ഞ കവിതയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി the main theme of the poem is the deep love for the sea and the freedom it offers. And the idea, some people are naturally drawn to adventure and movement rather than a settled life on land. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നതിന് പകരമല്ലേ കുറെ ആളുകൾക്ക് നാച്ചുറലി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇനി പോയം എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പോയത്തിന്റെ ഒരു ടോൺ എന്താണെന്ന്, പാഷനറ്റ്, ജോയ്ഫുൾ, അഡ്വഞ്ചറസ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റീവ് ആണെന്നും അവിടെ കൊടുക്കാൻ പറ്റും. ഇനി അവിടെ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസുകളാണ് ഞാൻ പറയുന്നത്. റെപ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജ് റെപ്പറ്റീഷൻ ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇഷ്ടംപോലെ മെറ്റഫറുകൾ, ഇഷ്ടംപോലെ പെർസോണിഫിക്കേഷൻസ്, ഇമേജറി ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഇനി ആ ലാംഗ്വേജ് സിമ്പിൾ, മ്യൂസിക്കൽ, റിതമിക് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഇതിനെ പ്ലസന്റ് ആക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ട്രൂ ഹാപ്പിനെസ് കംസ് ഫ്രം ഫോളോയിങ് വൺസ് ഇന്നർ കോളിംഗ് ആൻഡ് ലിവിങ് ഇൻ ഹാർമണി വിത്ത് വൺസ് നേച്ചർ. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ ഒരാളുടെ യഥാർത്ഥ പ്രകൃതം അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും യഥാർത്ഥ സന്തോഷം തരുന്ന, ട്രൂ ഹാപ്പിനെസ് തരുന്ന കാര്യം എന്ന് ഞാൻ അവിടെ പറയുന്നുണ്ട്. അവസാനം എല്ലാത്തിലും കൊടുക്കാൻ പറ്റുന്ന ഓവറോൾ ദ പോയം ഇസ് ഇൻസ്പയറിംഗ്, ലൈവ്ലി ആൻഡ് ഡീപ്ലി എക്സ്പ്രസീവ് എന്നുള്ള എല്ലാത്തിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ സക്സസിൽ നിന്നാണ് നമ്മളോട് അപ്രിസിയേഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയാവും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാം. രണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഫോർമാറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് നാളത്തെ ഇംഗ്ലീഷ് എക്സാമിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ലൈവിൽ വിശദമായിട്ട് നമുക്ക് ചാപ്റ്ററുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഐ വിൽ സീ യു ദേർ. ബൈ.